ഇന്നലെ പാമ്പാടിയിലൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻറ്റിൽ ഒരു കുട്ടി മരിക്കുകയുണ്ടായി. ആ ആക്സിഡൻറ്റ് നടന്നൊരു കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെയാണ് ഞാനതിൽ പാസ് ചെയ്യുന്നത്. എനിക്ക് മുമ്പേ പോയ വണ്ടികൾ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അവർ നിർത്താതെ അങ്ങ് പോയി. അതിൻ്റെ സീരിയസ് അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണോ അറിയില്ല. മഴയുണ്ടായിരുന്നു, ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിർത്തി. എൻ്റെ പുറകെ വന്ന് 2-3 കാറുകൾ അവരും നിർത്തി. ആ കുട്ടികളെ ഞാനാണ് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അതുപോലെ പുറകെ വന്ന വണ്ടികളിൽ ഓരോരുത്തരായിട്ട് പാമ്പാടി ഹോസ്പിറ്റലിലാണ് എത്തിക്കുന്നത്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ ഡോക്ടറില്ല, നേഴ്സുമാരുണ്ട്. ഈ കുട്ടീനെ മരിച്ചു എന്ന് പറയുന്ന കുട്ടിയുടെ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ ഒരു 5-6 നേഴ്സുമാർ കൂടി ഒന്നിച്ച് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് സാധ്യമായിരുന്നില്ല. അതിന് മാത്രമുള്ള എക്യുപ്മെൻറ്റ്സോ എനിക്ക് എത്രത്തോളം ഈ മെഡിക്കൽ ഫീൽഡിൽ എനിക്ക് അത്ര നോളജ് ഇല്ല. എന്നാലും അവിടെയുള്ള പരിമിതികളായിട്ടുള്ള ഫെസിലിറ്റീസൊക്കെ ആയിരുന്നു. ഓക്സിജനോ അല്ലെങ്കിൽ ഓക്സിജൻ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ മറ്റുള്ള വെന്റിലേറ്റർ സംവിധാനങ്ങളോ മറ്റുള്ള സംവിധാനങ്ങളോ ഒന്നും തന്നെ അവിടെ ഇല്ല. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ആംബുലൻസിൽ കയറ്റി കാരിത്താസിലേക്ക് കൊണ്ടുപോകാനായിരുന്നു നോക്കിയത്. ഈ കാരിത്താസിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോഴത്തേക്കും പാമ്പാടി ഹോസ്പിറ്റലിൽ ഒരു ICU ആംബുലൻസ് ഇല്ല. പിന്നെ താഴെ ഒരു 3-4 ആംബുലൻസുകളുണ്ട്. അതിലൊന്നിലും ICU ഫെസിലിറ്റി ഇല്ല. ചിലതിൽ ICU ഫെസിലിറ്റി ഉണ്ട്, ബട്ട് വർക്കിംഗ് അല്ല. എന്നിട്ട് കുറവലങ്ങാട് അവിടെ നിന്നൊരു 5-10 കിലോമീറ്റർ ദൂരത്ത് നിന്നെങ്ങാണ്ടാണ് ഒരു ആംബുലൻസ് വിളിച്ചിട്ട്, അപ്പോഴത്തേക്ക് ഇവിടെ മറ്റുള്ള ആംബുലൻസുകളൊക്കെ വന്നു. അപ്പം പെട്ടെന്ന് ആ കുട്ടീനെ കൊണ്ടുപോകേണ്ട സാഹചര്യം ആയതുകൊണ്ട് കിട്ടിയ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുമായിരുന്നു. അപ്പം എന്നിട്ട് അവർ പറയുന്നുണ്ട് ഇടയ്ക്ക് വെച്ച് മാറാമെന്ന് പറയുന്നുണ്ട്, ആംബുലൻസ് മാറാമെന്ന് പറയുന്നുണ്ട്. ആ കുട്ടിയുടെ അച്ഛനാണെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ ഹാഫ് മലയാളിയാണ്. പുള്ളിക്കാരന് മലയാളം അത്ര വശമില്ല. അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഡോക്ടർ വന്നു. പുള്ളിക്കാരനും ഡോക്ടറിനെ വിളിക്കുമായിരുന്നു പറഞ്ഞിരുന്നു. ഡോക്ടർ അവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഡോക്ടർ വന്നു, പെട്ടെന്ന് തന്നെ ആംബുലൻസ് കയറ്റി. അപ്പോൾ ആ ആംബുലൻസ് കയറ്റുമ്പോഴും അതൊരു ICU ആംബുലൻസ് അല്ല. അതിനകത്ത് ഓക്സിജൻ സംവിധാനങ്ങളോ മറ്റുള്ള വെന്റിലേറ്റർ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെ ആ കുട്ടിയുടെ അച്ഛൻ അവിടെ ഭയങ്കര ഷൗട്ട് ചെയ്ത് ബഹളം വയ്ക്കുന്നുണ്ട്, ഇതിലൊരു ഫെസിലിറ്റീസും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എന്നിട്ട് അവിടെ നിന്ന് കയറ്റി പോവുകയായിരുന്നു. ഇവർ പോയി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പുറകെ മറ്റുള്ള ആംബുലൻസുകളിലെല്ലാം എല്ലാവരെയും കൊണ്ടുപോയി. ഇവർ പോയി 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ ആദ്യം പറഞ്ഞ കുറവലങ്ങാടെന്നുള്ള ICU ആംബുലൻസ് അവിടെ എത്തുന്നത്. അപ്പോഴത്തേക്കും കുട്ടി കാരിത്താസിൽ എത്തിക്കഴിഞ്ഞു. സോ എനിക്ക് പറയാനുള്ളത്, കൂടെ ആൾക്കാരുള്ളപ്പം നമ്മൾ കഴിവതും പതിയെ വണ്ടി ഓടിക്കുക. ഇതിനുശേഷം ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ അറിയുന്നത് ഒരു പെൺകുഞ്ഞ് മരിച്ചു. 2 ആൺകുട്ടികളായിരുന്നു അത്. ഓക്കെ, ഒരു പെൺകുഞ്ഞ് മരിച്ചു എന്നുള്ള ഓൺലൈൻ മീഡിയയുടെ ന്യൂസസ് ആണ്. പിന്നെ വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൂപ്പൻ ആണ് ഡ്രൈവ് ചെയ്തിരുന്നത്. ശരിയാണ്, അപ്പൂപ്പന് ബ്ലഡ് പ്രഷറോ ഷുഗർ കൂടിയതോ അങ്ങനെയൊന്നും തോന്നുന്നില്ല. ആളെ ഞാൻ കണ്ടതാണ്. ആൾ നല്ല ആരോഗ്യവാനായിരുന്നു. നടന്നാണ് പുള്ളി അകത്തോട്ട് കയറുന്നത്. പുള്ളിക്ക് പിന്നെ അവരുടെ ആ മരിച്ച കുട്ടിയുടെ അമ്മയുടെ കാലൊടിഞ്ഞിട്ടുണ്ട്. ആ മൂത്ത കുട്ടിയുടെ കാലൊടിഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡിന് പുള്ളിക്കാരനൊന്നും പറ്റിയിട്ടില്ല. അതുപോലെ മുത്തച്ഛനും വലിയ കാര്യമായ പരിക്കുകളൊന്നും ഇല്ല. ഉച്ച സമയമായിരുന്നു, മഴയുണ്ടായിരുന്നു. അവരൊരു ലഞ്ച് കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഉറങ്ങിപ്പോയതാണ്. സോ ഓൺലൈൻ മീഡിയാസ് ഒരു വാർത്ത എവിടെയെങ്കിലും എന്തെങ്കിലും കേട്ടാൽ നിങ്ങളുടേതായ രീതിയിൽ സൃഷ്ടിക്കാതെ അത് ഒരു 2 മിനിറ്റ് വൈകിയാണെങ്കിൽ പോലും അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് ഒന്ന് റിപ്പോർട്ട് ചെയ്യുക. ഇത് സ്ഥിരമാണ്, പറഞ്ഞിട്ടും കാര്യമില്ല. അപകടം പറ്റിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ.